ഗൾഫ് മോഹവുമായി മുംബൈയിലെത്തിയ മലയാളികൾ വീണ്ടും ചതിക്കുഴിയിൽ. സ്പെഷ്യൽ റിപ്പോർട്ട്. മലയാളികൾ ജോലി തേടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ തുടങ്ങിയ കാലം മുതൽ തുടങ്ങിയതാണ് ചതിക്കുഴിയിൽപ്പെടുന്നവരുടെ തുടർക്കഥകൾ. ഗൾഫിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് മലയാളികളടക്കം 100-ലധികം പേരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിയ ഏജന്റ് മുങ്ങിയ കഥ തന്നെയാണ് പുതിയ പരാതിയിലും. വാശി സെക്ടർ 17 പ്രവർത്തിക്കുന്ന സീസെയിൽ എന്റർപ്രൈസ് എന്ന സ്ഥാപനമാണ് 3 തവണകളിലായി 1.5 ലക്ഷം രൂപയോളം വാങ്ങി 100 കണക്കിന് പേരെ കബളിപ്പിച്ചത്. വാശി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ വിവിധ കമ്പനികളിൽ ഇലക്ട്രീഷ്യൻ, മെക്കാനിക് തുടങ്ങിയ തസ്തികകളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. ഈ മാസം 18-ന് കയറ്റി അയക്കുമെന്ന് പറഞ്ഞതനുസരിച്ച് വാശിയിലെ ഓഫീസിൽ ചെല്ലുമ്പോഴാണ് മുഖ്യ ഏജന്റ് സിറാജുദ്ദീൻ മുങ്ങിയ വിവരം അറിയുന്നതെന്ന് ഇവർ വിലപിക്കുന്നു. ടിക്കറ്റ് വാങ്ങാനായിട്ടാണ് ഞങ്ങൾ ഇന്നലെ എത്തിയത്. അവിടെ ഓഫീസിൽ പോയി ഏജൻസി ചെന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനത്തെ ഒരു ടിക്കറ്റ് ഇല്ല, അത് ക്യാൻസലാണ്, പേയ്മെന്റ് ചെയ്തിട്ടില്ല കമ്പനി എന്നറിയുന്നത്. ഞങ്ങൾ നെറ്റിലൊരു അഡ്വർടൈസ്മെന്റ് കണ്ടു വന്നതാണ്, OLSയിൽ അഡ്വർടൈസ്മെന്റ് കണ്ടു വന്നതാണ്. ഇനിയുള്ള ദിവസങ്ങൾ തങ്ങളുടെ നഷ്ടപ്പെട്ട പൈസയും പാസ്പോർട്ടും തിരിച്ചു കിട്ടാൻ ഭാഷ അറിയാത്ത നാട്ടിൽ അലയേണ്ട ഗതികേടിലാണ് ഈ ഹതഭാഗ്യർ. ടെലിവിഷൻ വഴിയും മറ്റും ബോധവത്കരണ പരസ്യങ്ങൾ ധാരാളം വരുന്നുണ്ടെങ്കിലും ഗഫൂർക്ക ദോസ്തുമാരാകാൻ മലയാളികളുടെ ജന്മം ഇനിയും ബാക്കി.